ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 13. ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് എല്ലാവരിലും ഞെട്ടലും പകപ്പും ഉണ്ടായി. ലച്ചു ആലോചിക്കുകയായിരുന്നു, ഇത്രയും അടുത്ത കൂട്ടുകാരി ആയിട്ട് പോലും ഇങ്ങനെ ഒരു സത്യം താൻ അറിയാതെ പോയല്ലോ എന്ന്. കണ്ണൻ അവനെ അവൾ വളർത്തുന്നത് അത്രയും സ്നേഹത്തോടെയാണ്. ജന്മം നൽകാതെ തന്നെ ഒരമ്മയെ പോലെ അവനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയുന്നു. എങ്ങനെ? എന്നാൽ വേദിന് മാത്രം യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല എന്നത് വ്യാസ് ശ്രദ്ധിച്ചു. ഡോക്ടർ പോയി കഴിഞ്ഞതും വ്യാസ് വേദിനടുത്തേക്ക് ചെന്നു. ഏട്ടാ, ഗൗരിക്ക് ബോധം വരുന്നതിന് മുന്നേ അവളെപ്പറ്റി എനിക്കെല്ലാം അറിയണം. കണ്ണന്റെ അമ്മ അവളല്ലെങ്കിൽ പിന്നെ ആര്? അവന്റെ അച്ഛനായ വ്യാസ് ആരാണ്? എന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുന്നേ ഗൗരിയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയണം. ഡോക്ടർ ഗൗരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏട്ടന് മാത്രം ഒരു ഞെട്ടലും ഉണ്ടായി ഞാൻ കണ്ടില്ല. എല്ലാം ഏട്ടന് മുന്നേ അറിയുന്ന പോലെ. അല്ലെങ്കിലും അവൾ അന്ന് ഏട്ടനെ കുട്ടേട്ട എന്ന് വിളിച്ചപ്പോൾ തന്നെ അവൾക്ക് ഏട്ടന് മുന്നേ അറിയാമെന്ന് എനിക്ക് തോന്നിയതാണ്. എല്ലാം തുറന്നു പറയാൻ ഞാൻ ഏട്ടനെ നിർബന്ധിക്കില്ല. പക്ഷേ എന്റെ ജീവൻ കളഞ്ഞു എല്ലാ സത്യവും ഞാൻ കണ്ടുപിടിക്കും. അവന്റെ വാക്കുകളിലെ ദൃഢത വേദിന് മനസ്സിലായി. അത്രയും പറഞ്ഞ് വേദിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വ്യാസ് നടക്കാൻ തുടങ്ങിയതും വേദ് അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. നീ പോകണ്ട വ്യാസ്, നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം. വിശ്വാസം വരാതെ വ്യാസ് അവനെ പകച്ചു നോക്കി. നീ നോക്കണ്ട വ്യാസ്, ഗൗരി അവളെപ്പറ്റി എല്ലാം എനിക്കറിയാം. എനിക്ക് അവളെ അറിയുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, 3 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അവളെ അറിയാം. അതും നിന്റെ നാവിൽ നിന്ന് പറഞ്ഞു കേട്ട്. അത്രയും പറഞ്ഞ് വേദ് വ്യാസിനെയും കൊണ്ട് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ലച്ചുവിന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന കണ്ണനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇവന്റെ അച്ഛനായ വ്യാസ് വേറെ ആരുമല്ല, നീ തന്നെയാണ്. ദൈവിക് വ്യാസ്, സൺ ഓഫ് വ്യാസ് വർദ്ധൻ ആൻഡ് ഗീതിക വ്യാസ്. വാട്ട്? വ്യാസിന്റെ ശബ്ദം വളരെ ഉയർന്നിരുന്നു. വേദിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അവിശ്വസനീയതയോടെ വ്യാസിനെ നോക്കി. വ്യാസിന് തന്റെ തല പെരുക്കുന്ന പോലെ തോന്നി. കണ്ണൻ എന്റെ മോനാണോ? അപ്പോ എനിക്ക് ഓർമ്മ നഷ്ടപ്പെടുമ്പോൾ ഞാൻ വിവാഹിതനായിരുന്നോ? ഗീതിക ആരാണത്? ഇപ്പോ എവിടെയാ? എന്റെ മോൻ എങ്ങനെ ഗൗരിയുടെ കയ്യിലെത്തി? ഗീതികയും ഗൗരിയും തമ്മിൽ എന്താണ് ബന്ധം? ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് വ്യാസ് അടുത്ത് കിടന്ന കസേരയിൽ തളർന്നിരുന്നു. വേദ് അവൻ അടുത്ത് ചെന്ന് തോളിൽ തട്ടപ്പോൾ വ്യാസ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വേദിനെ നോക്കി. അവനടുത്ത് ഇരുന്നു കൊണ്ട് വേദ് അവരെ പറ്റി പറഞ്ഞു തുടങ്ങി. ഹൈദരാബാദിലെ വലിയ ബിസിനസ് ഗ്രൂപ്പായിരുന്നു ദാസ് അസോസിയേറ്റ്സ്. അതിന്റെ ഓണർ വിക്രം ദാസിനും ഭാര്യ വസുന്ധരയ്ക്കും മക്കൾ 2 പേർ. മൂത്ത മകൻ ശങ്കർ ദാസ്, രണ്ടാമത്തെ മകൾ ശിവാനി ദാസ്. ജനിച്ചതും വളർന്നതും അവിടെ തന്നെ. ശിവാനിയെ പഠിപ്പ് കഴിഞ്ഞ് അവിടെ തന്നെ ബിസിനസ് ചെയ്യുന്ന രാജേന്ദ്രന് കല്യാണം കഴിച്ചു കൊടുത്തു. ശങ്കർ തന്റെ പഠിപ്പ് പൂർത്തിയാക്കി അച്ഛനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങി. അവിടെ ഒപ്പം രാജേന്ദ്രനും. ഒരു ബിസിനസ് മീറ്റിംഗിന് വേണ്ടി കേരളത്തിലെത്തിയ ശങ്കർ അവിചാരിതമായി ജാനകിയെ കണ്ടുമുട്ടുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു. അവളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വിവാഹ ആലോചനയായി ചെന്നെങ്കിലും സ്വന്തം ജാതിയിലും ഭാഷയിലും ഒത്തുചേരാത്ത ശങ്കറിന് മകളെ കൊടുക്കുവാൻ ആ അച്ഛൻ തയ്യാറായില്ല. എന്നാൽ അവളെ വിട്ടുകൊടുക്കുവാൻ ശങ്കറും തയ്യാറായിരുന്നില്ല. ജാനകിയെ പിന്നിൽ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ശങ്കർ വളച്ചെടുത്തു. വീട്ടുകാർ സമ്മതിക്കില്ല എന്നതുകൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്തു ജാനകിയെ ഹൈദരാബാദിലേക്ക് ശങ്കർ കൊണ്ടുപോയി. പിന്നീട് അവിടെ പ്രണയത്തിന്റെ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. വീട്ടുകാരുടെ കുറവ് അറിയിക്കാതെ
ശങ്കർ ജാനകിയെ പൊന്നുപോലെ നോക്കി. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജാനകി ഒന്നിച്ച് 2 പെൺകുട്ടികൾക്ക് ജന്മം നൽകി. ഗീതിക ശങ്കർ, ഗൗരി ശങ്കർ. രൂപത്തിലും ഭാവത്തിലും ഒരേപോലെയുള്ള ഇരട്ടക്കുട്ടികൾ. സ്വന്തം അമ്മയ്ക്ക് പോലും അവരെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അവർ വളർന്നു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാളനകളിൽ. 2 ശരീരവും ഒരു മനസ്സുമായി. ഗീതു ഒരു പാവമായിരുന്നു. ആരോടെങ്കിലും മിണ്ടുവാൻ പോലും ഭയക്കുന്നവൾ. ഒതുങ്ങിയ പ്രകൃതം. എന്നാൽ ഗൗരി, അവളായിരുന്നു അച്ഛനേക്കാളും അമ്മയേക്കാളും ഗീതുവിനേക്കാളും ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടായിരുന്നവൾ. ശിവാനിക്കുണ്ടായത് ഒരു മകനായിരുന്നു, വിനായക്. ഗീതുവിനേക്കാളും ഗൗരിയേക്കാളും 4 വയസ്സിന് മൂത്തവൻ. കാലം പോകുന്തോറും രാജേന്ദ്രൻ ബിസിനസ്സിൽ തട്ടിപ്പ് നടത്തി സ്വയം കാശ് സമ്പാദിക്കുവാൻ തുടങ്ങി. ആദ്യമൊക്കെ ശങ്കർ അത് കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും പിന്നീട് നഷ്ടങ്ങൾ കൂടിയപ്പോൾ കൈയോടെ കള്ളത്തരം പിടിച്ചു. വിക്രം രാജേന്ദ്രനെ ബിസിനസ്സിൽ നിന്നും പുറത്താക്കി. അത് രാജേന്ദ്രനിലും ശിവാനിയിലും വിനായക്കിലും ശങ്കറിനോടും കുടുംബത്തോടും പക വളർത്തി. പക വീട്ടാൻ ഒരവസരത്തിനായി അവർ കാത്തിരുന്നു. ഗീതുവിനും ഗൗരിക്കും 15 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു കാർ ആക്സിഡന്റിൽ അവർക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. മകന്റെ മരണമറിഞ്ഞ് തളർന്നു വീണ അച്ചാച്ചനും അധിക നാൾ ജീവിച്ചിരുന്നില്ല. 2 പെൺകുട്ടികളും അവരുടെ അച്ഛമ്മയും മാത്രം. വലിയൊരു വീടും കണക്കറ്റ സ്വത്തുക്കളും അവർ 3 ജന്മങ്ങളും. അവസരം മുതലാക്കി ശിവാനിയും കുടുംബവും അവരുടെ ഒപ്പം താമസം തുടങ്ങി. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാതെ ഇരിക്കാൻ രാജേന്ദ്രൻ ചെയ്ത തട്ടിപ്പിനെ പറ്റി ഒന്നും ദാസ് തന്റെ മക്കളോടോ അമ്മയോടോ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശിവാനിയും കുടുംബവും അവരുടെ അടുത്തേക്ക് സ്നേഹം അഭിനയിച്ച് ചെന്നതും അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. ബിസിനസ് നോക്കി നടത്താൻ പ്രായമാവാത്തതിനാൽ ഗീതുവിൽ നിന്നും ഗൗരിയിൽ നിന്നും പവർ ഓഫ് അറ്റോർണി എഴുതി വാങ്ങി രാജേന്ദ്രൻ അവരുടെ മുഴുവൻ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോയി. അവരുടെ അഭിനയം തിരിച്ചറിയാതെ അവരുടെ കള്ളസ്നേഹം വിശ്വസിച്ച് ആ പെൺകുട്ടികൾ ജീവിച്ചു പോന്നു. ശിവാനിക്ക് തന്റെ മകനെ കൊണ്ട് അവരിൽ ഒരാളെ വിവാഹം കഴിപ്പിച്ച് പാതി സ്വത്ത് സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. കള്ളുകുടിയും പെണ്ണുപിടിയും ആയി നടക്കുന്ന വിനായകന് അതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവരിൽ ഒരാളെ പ്രണയം അഭിനയിച്ച് വശത്താക്കാൻ അവനാവുന്നത് പരിശ്രമിച്ചു. അത് മനസ്സിലാക്കിയ വസുന്ധര അവരെ ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടെ നിന്ന് അവർ പുതിയ കോഴ്സിന് ചേർന്ന് പഠിക്കുവാനായി തുടങ്ങി. അവിടെ വെച്ചാണ് ഗീതുവും ഗൗരിയും നിന്നെ പരിചയപ്പെടുന്നത്. ഗീതു ഒതുങ്ങിയ പ്രകൃതമായിരുന്നത് കൊണ്ട് തന്നെ ആരുമായും അധികം കൂട്ടുകെട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗൗരി, നീ അവരുടെ സീനിയർ ആയിരുന്നിട്ട് കൂടി പെട്ടെന്നടുത്തു. ഒരു റാഗിംഗ് കൂടി തുടങ്ങിയ ബന്ധം വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്കും അതിശയമായിരുന്നു. ആരുമായും അങ്ങനെ പെട്ടെന്ന് കൂട്ടുകൂടുന്ന സ്വഭാവമല്ലായിരുന്നു നിന്റേത്, പ്രത്യേകിച്ചും പെൺകുട്ടികളുമായി. നീ ഗൗരിയുമായി കൂട്ടാവുക മാത്രമല്ല, കുറഞ്ഞ കാലം കൊണ്ട് അവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി. ഗൗരിയിലൂടെ ഗീതവും നിന്റെ ഫ്രണ്ടായി മാറി. അന്ന് അമേരിക്കയിൽ എന്റെ ഭാര്യ നീതുവിന് ക്യാൻസർ ചികിത്സയ്ക്കായി നിന്നിരുന്ന ഞങ്ങൾക്കൊപ്പം നമ്മുടെ അച്ഛനും അമ്മയും വന്നു നിന്നിരുന്നതിനാൽ നീ അനുഭവിച്ചിരുന്ന ഒറ്റപ്പെടൽ തീർത്തു തന്നത് അവർ 2 പേരുമായിരുന്നു. അവരെ പറ്റി എന്നും വാ തോരാതെ നീ ഞങ്ങളോട് സംസാരിച്ചിരുന്നിട്ടും അവരുടെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നില്ല. അത് ഒരു സർപ്രൈസ് ആണെന്നായിരുന്നു നീ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കാണുവാൻ ഒരുപോലെ ഇരിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം നിനക്ക് ഗീതുവിനോട് സൗഹൃദത്തിൽ കവിഞ്ഞ് എന്തോ ഒരു അടുപ്പമുള്ള പോലെ നിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നി. സംശയം നിശ്ചയമാക്കി അവളോടുള്ള നിന്റെ പ്രണയം എന്നോടും ഒപ്പം ഗൗരിയോടുമാണ് നീ ആദ്യം തുറന്നു പറഞ്ഞത്. വീട്ടിലും ഞാനത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. ഗീതുവിനോട് നിന്റെ പ്രണയം
എത്രയും പെട്ടെന്ന് തുറന്നു പറയാൻ ഞാൻ തന്നെയാണ് നിന്നെ നിർബന്ധിച്ചതും. നീ പ്രണയം പറഞ്ഞപ്പോൾ ആദ്യം അത് സ്വീകരിക്കുവാൻ ഗീതു തയ്യാറായിരുന്നില്ല. പേടിയായിരുന്നു അവൾക്ക്. ഗൗരി മുൻകൈ എടുത്ത് അവളുടെ ഉള്ളിലെ നിന്നോടുള്ള പ്രണയത്തെ ഗൗരി പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നീട് നിങ്ങളെ പ്രണയകാലമായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് നിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. അതിന് കാരണം ഗൗരിയുടെ മാറ്റമായിരുന്നു. നിന്നിൽ നിന്നും ഗീതുവിൽ നിന്നും അവൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നീ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് മാത്രം നിനക്ക് അറിഞ്ഞിരുന്നില്ല. പലതവണ നീ ഗൗരിയോട് ചോദിച്ചെങ്കിലും അവളൊന്നും തുറന്നു പറഞ്ഞില്ല. ആ ദിവസങ്ങളിൽ നീ വല്ലാത്ത വിഷമത്തിലായിരുന്നു. അവളുടെ അകൽച്ച നിന്നെ വല്ലാതെ തളർത്തി. ഒപ്പം നീയും ഗീതവുമായുള്ള ബന്ധം രാജേന്ദ്രനും ശിവാനിയും അറിഞ്ഞു. അവർ ശക്തമായി അതിനെതിർത്തു. അവരുടെ മനസ്സിൽ പാവം പിടിച്ച ഗീതുവിനെ കൊണ്ട് വിനായകുമായുള്ള കല്യാണം കഴിപ്പിച്ചാൽ സ്വത്ത് എഴുതി വാങ്ങുവാൻ എളുപ്പമാകും എന്ന ചിന്തയായിരുന്നു. ഗീതുവിന്റെ സമ്മതം പോലും വാങ്ങാതെ അവർ വിനായകുമായുള്ള കല്യാണം ഉറപ്പിച്ചു. അവൾക്ക് വേണ്ടി ഗൗരി ഒരുപാട് തർക്കിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ അച്ഛമ്മയെ എന്നത്തേക്കുമായി അവരിൽ നിന്നും അകറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം ഗീതുവും ഗൗരിയും തിരിച്ചറിഞ്ഞു. ഗൗരി എല്ലാ കാര്യവും നിന്നോട് തുറന്നു പറയാം എന്ന് പറഞ്ഞെങ്കിലും നിന്റെ ദേഷ്യത്തിന് എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുമോ എന്ന് പേടിച്ച് ഗീതു ഗൗരിയെ തടഞ്ഞു. സ്വന്തം കൂടപ്പിറപ്പിന്റെ സങ്കടം സഹിക്കവയ്യാതെ ഗൗരി വിനായകനെ കല്യാണം കഴിക്കാൻ സമ്മതമറിയിച്ചു. അവളുടെ സഹോദരിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കാൻ ഗൗരി തയ്യാറായി. കല്യാണ വിവരം അറിഞ്ഞ് നീ ഗൗരിയെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവനെപ്പോലെ ഒരുവനെ കെട്ടി ജീവിതം നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവൻ നന്നായി എന്നും തനിക്കിപ്പോൾ വിനായകനോട് പ്രണയമാണെന്നും പറഞ്ഞ് ഗൗരി നിന്നോട് തർക്കിച്ചു നിന്നു. ഗൗരി തങ്ങൾക്ക് വേണ്ടിയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നറിഞ്ഞിട്ടും ഗീതു അവിടെ സ്വാർത്ഥയായി. അവൾ സത്യങ്ങൾ നിന്നിൽ നിന്നും മറച്ചുവെച്ചു. തന്റെ പ്രണയം സ്വന്തമാക്കുവാനും അച്ഛമ്മയുടെ ജീവൻ രക്ഷിക്കുവാനും ഗൗരി പറഞ്ഞ നുണ ഗീതവും ആവർത്തിച്ചപ്പോൾ നീ ഗൗരി പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. ദിവസങ്ങൾ കടന്നു പോകും തോറും അവൾ നിനക്ക് മുന്നിൽ സന്തോഷം തകർത്തഭിനയിച്ചു. ഞങ്ങൾ US നിന്ന് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെ ഗൗരിയുടെയും വിനായകന്റെയും കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണം നടത്താൻ തീരുമാനമായി. പലപ്പോഴും നീ ഗൗരിയോട് തുറന്ന് സംസാരിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൾ നിന്നിൽ നിന്നും എപ്പോഴും അകന്നു നടന്നു. കല്യാണ തലേന്ന് രാത്രി നടന്ന പരിപാടികൾക്ക് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. രാത്രി വെള്ളം എടുക്കുവാനായി വന്ന ഗൗരി വിനായകന്റെ മുറിയിൽ നിന്നും ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ സ്തംഭിച്ചു നിന്നു.